ഒമാനിൽ ജോലിക്കായി പ്രവാസികൾ വ്യാജ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതായി തൊഴിൽ മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ. എഞ്ചിനീയറിംഗ്, ലോജിസ്റ്റിക്സ് മേഖലകളിലാണ് ഇത്തരം നിയമലംഘനങ്ങൾ വ്യാപകമെന്നാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഒമാൻ തൊഴിൽ മന്ത്രാലയം നടത്തിയ അന്വേഷണത്തിലും പരിശോധനകളിലുമാണ് പ്രവാസി തൊഴിലാളികൾ ജോലിക്കായി വ്യാജ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതായി കണ്ടെത്തിയത്. അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ, നിലവിലില്ലാത്ത സർവകലാശാലകളിൽ നിന്നുമുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. ഇത്തരം രേഖകൾ സമർപ്പിച്ച് ജോലിയിൽ കയറാൻ പ്രവാസി തൊഴിലാളികൾ നടത്തിയ ശ്രമങ്ങളും കൈയോടെ പിടികൂടിയതായി തൊഴിൽ മന്ത്രാലയത്തിലെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് വകുപ്പ് ഡയറക്ടർ സഹർ ബിൻ അബ്ദുള്ള അൽ ഷെയ്ഖ് അറിയിച്ചു. ഇതുവരെ കണ്ടെത്തിയ മുഴുവൻ കേസുകളും പ്രവാസി തൊഴിലാളികളുമായി മാത്രം ബന്ധപ്പെട്ടവയാണെന്നും സ്വദേശികൾ ഉൾപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യാജ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവരുടെ എണ്ണം കുറവാണെങ്കിലും ഇത് വർദ്ധിക്കുന്ന പ്രവണത കാണുന്നുണ്ട്. സ്വകാര്യ മേഖലയിൽ പ്രൊഫഷണൽ രംഗത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾക്കിടയിലാണ് വ്യാജ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്ന പ്രവണത കൂടുതലായുള്ളത്. എഞ്ചിനീയറിംഗ്, ലോജിസ്റ്റിക് മേഖലകളിലാണ് ഇത് കൂടുതലെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.